എന്താണ് NRI അക്കൗണ്ട്? ഇന്ത്യയിൽ നിന്നും വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ അല്ലെങ്കിൽ സ്ഥിരതാമസമാക്കിയവരോ ഇന്ത്യൻ വംശജനായ ഒരു വ്യക്തിയോ വ്യത്യസ്തമായ പണമിടപാടുകൾക്കോ നിക്ഷേപം നടത്തുന്നതിനോ മറ്റുള്ള ആവശ്യങ്ങൾക്കോ വേണ്ടി റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും ബാങ്കിൽ തുടങ്ങുന്ന അക്കൗണ്ടുകളെയാണ് പൊതുവായി NRI അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. NRI അക്കൗണ്ടുകൾ പ്രധാനമായും 3 തരത്തിലാണുള്ളത്: NRE അക്കൗണ്ട്, NRO അക്കൗണ്ട്, FCNR അക്കൗണ്ട്. എന്താണ് NRE അക്കൗണ്ട് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്? വിദേശത്ത് നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ സമ്പാദിക്കുന്ന പണം ഇന്ത്യയിലേക്ക് അയക്കാനുള്ള അക്കൗണ്ടാണ് NRE അക്കൗണ്ട്. ഈ അക്കൗണ്ടിലെ പണം ഇന്ത്യൻ രൂപ ആയിട്ടാണ് കാണപ്പെടുന്നത്. വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് പണം അയക്കാൻ തുടങ്ങേണ്ട അക്കൗണ്ടാണ് NRE അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. NRE അക്കൗണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അക്കൗണ്ടിലെ നമ്മുടെ പണത്തിന് ലഭിക്കുന്ന പലിശയ്ക്ക് നികുതിയില്ല എന്നുള്ളതാണ്. NRE അക്കൗണ്ട് തന്നെ നിങ്ങൾക്ക് സാധാരണ സേവിങ് അക്കൗണ്ട് പോലെയും കറണ്ട് അക്കൗണ്ട് പോലെയും ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നിവ പോലെയും തുടങ്ങാവുന്നതാണ്. മാത്രമല്ല വിദേശത്തുള്ള 2 പേർക്കായി ജോയിൻ്റ് അക്കൗണ്ടും തുടങ്ങാവുന്നതാണ്. വിദേശത്ത് പോയി അവിടെ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം മാത്രം ബാങ്കിൽ വരുന്ന ഒരാൾ NRE അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. NRE അക്കൗണ്ടിൽ നിക്ഷേപിച്ച പണം നികുതി നൽകേണ്ടതുണ്ടോ? NRE സേവിംഗ് അക്കൗണ്ടിലും ഫിക്സഡ് ഡെപ്പോസിറ്റിലും നിക്ഷേപിക്കുന്ന പണത്തിന് ഇന്ത്യയിൽ നികുതി ഇളവുകളുണ്ട്. കൂടാതെ ഇന്ത്യയിൽ TDS, ആദായ നികുതി, വെൽത്ത് ടാക്സ് അല്ലെങ്കിൽ സമ്മാന നികുതി എന്നിവയും കൊടുക്കേണ്ടതില്ല. NRE അക്കൗണ്ടിൽ നമുക്ക് ഇന്ത്യൻ രൂപ നിക്ഷേപിക്കാൻ കഴിയുമോ? ഒരു NRE സേവിംഗ് അക്കൗണ്ടിൽ ഇന്ത്യൻ രൂപ നിക്ഷേപിക്കാനാവില്ല. NRE അക്കൗണ്ടിന് ആധാർ കാർഡും നിർബന്ധമല്ല. NRI അക്കൗണ്ടിൽ എത്ര കാലം പണം സൂക്ഷിക്കാം എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ NRI അക്കൗണ്ടിൽ പണം സൂക്ഷിക്കുന്നതിന് സമയ നിയന്ത്രണങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും വിദേശത്തു നിന്നും എന്നേക്കുമായി ഇന്ത്യയിലേക്ക് മടങ്ങുന്നുവെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അവർ അക്കൗണ്ട് റെസിഡൻറ്റ് സേവിംഗ് അക്കൗണ്ടാക്കി മാറ്റണം. അവർക്ക് പരിവർത്തനം ചെയ്യാനുള്ള ന്യായമായ കാലയളവ് 3 മാസമാണ്. 3 മാസത്തിനുള്ളിൽ NRI അക്കൗണ്ട് റെസിഡൻറ്റ് അക്കൗണ്ടാക്കി മാറ്റിയില്ലെങ്കിൽ അത് ഭീമാലംഘനമായും കണക്കാക്കും. എന്താണ് NRO അക്കൗണ്ട് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട്സ്? വിദേശത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ വിദേശത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനവും അതിനോടൊപ്പം ഇന്ത്യയിൽ അയാൾക്കുള്ള വരുമാനവും ഒരുപോലെ നിക്ഷേപിക്കാൻ സാധിക്കുന്ന അക്കൗണ്ടാണ് NRO അക്കൗണ്ട്. ഉദാഹരണത്തിന് ഒരാൾ ജോലിക്കായി വിദേശത്ത് പോയി അയാളുടെ നാട്ടിലുള്ള വീടും അയാൾക്കുള്ള കെട്ടിട മുറികളും വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല ഇന്ത്യയിൽ ചെറിയൊരു ബിസിനസ്സും ഉണ്ടെന്ന് കരുതുക. ഈ കെട്ടിടങ്ങളിൽ നിന്നും വാടക, ബിസിനസ്സിൽ നിന്നും ഒക്കെ കിട്ടുന്ന വരുമാനം NRO അക്കൗണ്ടിൽ നിക്ഷേപിക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നാട്ടിലെ വരുമാനവും വിദേശത്തുള്ള വരുമാനവും നിക്ഷേപിക്കാവുന്ന അക്കൗണ്ടാണ് NRO അക്കൗണ്ട്. എന്നാൽ പൈസ പിൻവലിക്കുന്നത് ഇന്ത്യൻ രൂപയിൽ മാത്രമേ സാധിക്കൂ. അതുപോലെ നിക്ഷേപങ്ങളുടെ പലിശയ്ക്ക് നികുതിയും ബാധകമാണ്. സേവിംഗ് അക്കൗണ്ട്, ജോയിൻ്റ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നിവയെല്ലാം തുടങ്ങാൻ സാധിക്കും. വിദേശത്തുള്ള നിങ്ങൾക്കും ഇന്ത്യയിലുള്ള ഒരാളുമായി ചേർന്ന് ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാനും സാധിക്കുന്നതാണ്. ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം വിദേശത്ത് അയക്കുവാൻ NRO അക്കൗണ്ട് വഴി സാധിക്കും. എന്നാൽ വിദേശ കറൻസിയുടെ മൂല്യമല്ല ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലായിരിക്കും വിദേശത്ത് നിന്നും നിങ്ങൾക്ക് പൈസ പിൻവലിക്കാൻ സാധിക്കുന്നതെന്ന് ഓർക്കുക. NRI അക്കൗണ്ട് തുടങ്ങാൻ ഏറ്റവും നല്ല ബാങ്കുകൾ സാധാരണ ഗവൺമെൻറ് ബാങ്കുകളേക്കാൾ സ്വകാര്യ ബാങ്കുകളായിരിക്കും നല്ലത്. HDFC, കൊടക് മഹീന്ദ്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI, ആക്സിസ് ബാങ്ക് തുടങ്ങിയവയൊക്കെ നല്ല ബാങ്കുകളാണ്. എന്താണ് FCNR അക്കൗണ്ട് അല്ലെങ്കിൽ ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ട്? വിദേശത്ത് സമ്പാദിക്കുന്ന വരുമാനം വിദേശ കറൻസിയിൽ നിക്ഷേപിക്കുന്നതിനായി തുറക്കുന്ന ഒരുതരം സ്ഥിര നിക്ഷേപ അക്കൗണ്ടാണ് FCNR അക്കൗണ്ട്. വിദേശ കറൻസിയിലാണ് അക്കൗണ്ട് സൂക്ഷിച്ചിരിക്കുന്നത്. 6 കറൻസികളിൽ അക്കൗണ്ട് ലഭ്യമാണ്. NRI അക്കൗണ്ടുകളെക്കുറിച്ച് തീർച്ചയായും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.